ഹായ് മക്കളെ, USS എക്സാം ഇതാ ഇങ്ങ് എത്തിപ്പോയി. എന്റെ മക്കളെ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് റീകോൾ ചെയ്തെടുക്കാം. അപ്പൊ അതിനുവേണ്ടി ചില ചോദ്യങ്ങളായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ചോദ്യങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ത്രൂ ദ ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് ദി മോളിക്യൂൾ ഈസ് കോൾഡ്. അതായത് സ്ഥാനമാറ്റം മുഖേന താപപ്രേഷണം ചെയ്യുന്ന രീതി ഏതാണ്? താഴെ നിങ്ങൾക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് കൺവെക്ഷൻ അല്ലെങ്കിൽ സംവഹനം വഴിയാണ്. ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യുക, നമ്മുടെ കണ്ടക്ഷൻ അല്ലെങ്കിൽ ചാലനം വഴി നടക്കുന്നത് സോളിഡ്സിലാണ്, അതുപോലെ കൺവെക്ഷൻ വഴി നടക്കുന്നത് ലിക്വിഡ്സിനും ഗ്യാസസിലുമാണ്. ഇനി മാധ്യമം അല്ലെങ്കിൽ മീഡിയം ആവശ്യമില്ലാതെ താപപ്രേഷണം ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് റേഡിയേഷൻ ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. മുറിവ് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവിന്റെ പേരെന്താണ്? താഴെ 4 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഹൈഡ്രജൻ സൾഫേറ്റ് ഉണ്ട്, ഹൈഡ്രജൻ ബ്രോമൈഡ് ഉണ്ട്, ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ട്, ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, അതായത് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ശ്വസന പ്രക്രിയയിൽ സഹായകമായ റാ ആകൃതിയിലുള്ള സ്ഥലം ഏതാണ്? നിങ്ങൾക്ക് താഴെ 4 ഓപ്ഷൻ ഉണ്ട്. സെയിം തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഡയഫ്രം ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരെന്താണ്? നമുക്കറിയാം സൺലൈറ്റ് എന്ന് പറയുന്നത് വൈറ്റ് കളറാണ്, പക്ഷെ അത് നമ്മളൊരു പ്രസത്തിലൂടെ കടത്തി വിട്ടാൽ 7 ഡിഫറെന്റ് കളറായിട്ട് അത് മാറുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ താഴെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രകാശവുമായിട്ട് ബന്ധപ്പെട്ട ചില ഫിനോമിനാസ് ആണ്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, അതായത് ഡിസ്പേർഷൻ അല്ലെങ്കിൽ പ്രകീർണനമാണ്. ഇനിയുള്ള ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആണ്. നിങ്ങൾ അതിന്റെ ഉത്തരം കമന്റ് ബോക്സിൽ പറയുക. ചോദ്യം ഇതാണ്, ഫിലമെന്റ് ഓഫ് ദി ബൾബ് ഈസ് മെയ്ഡ് ഓഫ്. അതായത് സാധാരണ ബൾബിന്റെ ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്നത് ഏത് വസ്തു ഉപയോഗിച്ചിട്ടാണ്? ടങ്സ്റ്റൺ ഉണ്ട്, കോപ്പർ ഉണ്ട്, ബ്രാസ് ഉണ്ട്, സിൽവർ ഉണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും കമന്റ് ബോക്സിൽ പറയുക. എത്രത്തോളം നന്നായി പഠിച്ചു എന്നൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ഇത്തവണ നമ്മൾ USS നേടിയിരിക്കും.